ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് നമ്മുടെ പാണ്ടിപ്പാട് തന്നെയാണ്. പാണ്ടിപ്പാട് എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലെ മാളവനയ്ക്ക് അടുത്തുള്ള പാണ്ടിപ്പാടം. അതായത് കഴിഞ്ഞ വീഡിയോ അല്ല, അതിന് മുന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോണി ചേട്ടന്റെ വീട്ടിൽ, അതായത് എറണാകുളത്തുള്ള ഒരു ടീം ഇവിടെ ഫിൽട്രേഷൻ സിസ്റ്റം വെച്ചിട്ട് അത് ഫെയിലിയർ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മളുടെ ടാറ്റയുടെ വെസൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബ്രദറിന്റെ വീട്ടിലാണ് ഇന്നത്തെ വർക്ക്. മിസ്റ്റർ സണ്ണി ചേട്ടന്റെ വീട്ടിലാണ് നമുക്ക് ഇന്നത്തെ വർക്ക്. അപ്പൊ ഒട്ടും സമയം കഴിഞ്ഞ് നമുക്ക് നേരിട്ട് നമ്മുടെ സൈഡിലോട്ട് പോവാം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഭയം അപ്പൊ സുഹൃത്തുക്കൾ, നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്, സൈറ്റ്. അപ്പൊ ഇവിടുത്തെ കിണർ ഞാൻ കാണിച്ചു തരാം. ഓപ്പൺ വെല്ലാണ്. ഭയം ഇതാണ് നമ്മുടെ കിണർ. പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും കാണൂല. വെള്ളം അടിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ്, ഓക്സിജനായിട്ട് സമ്പർക്കം വന്നു കഴിയുമ്പോഴാണ് ഇത് തെളിഞ്ഞു വരുന്നത് അയൺ. അപ്പൊ ഇവിടെ നേരെ പമ്പ് ചെയ്ത് 1 HP മോട്ടറാണ് നേരെ മേലോട്ട് കയറ്റിയാണ്. അപ്സ്റ്റെയറിന്റെ മേലെയാണ് വെച്ചിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ഫ്ലോറിന്റെ മേലെയാണ് ടാങ്ക് വെച്ചിരിക്കുന്നത്. അവിടേക്കാണ് പമ്പിങ് നടക്കുന്നത്. അപ്പൊ ബാക്കി ഞാൻ മേലെ കിച്ചണിട്ട് കാണിച്ചു തരാം. അപ്പൊ കൂടെ നമ്മൾ മേലെ വന്നു. നമ്മൾ വെസൽ വെക്കേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് വെക്കേണ്ടത് ഈ ഒരു ഏരിയയിലാണ് നമുക്ക് വെസൽ വെക്കേണ്ടത്. അപ്പോ ഒന്ന് അടുത്ത് ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മുടെ ലൈനൊക്കെ 2 ലൈനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഈ ഒരു ലൈൻ നമ്മളുടെ അപ്സ്റ്റെയറിലേക്കും ഇത് ഗ്രൗണ്ട് ഫ്ലോറിലേക്കും. അപ്പോൾ ഇവിടെ ഒരു വെസൽ വെച്ചിട്ട് രണ്ടിനെയും കൂടി നമുക്ക് ക്ലബ് ചെയ്യണം. എന്നാലാണ് ആ 2 ഫ്ലോറും കവർ ആവുള്ളൂ. അപ്പൊ ഇത് തമ്മിൽ നമുക്ക് ഇന്റർലൂപ്പിങ് ചെയ്യേണ്ടി വരും. ചെറിയൊരു പ്രഷറിന്റെ വേരിയേഷൻ മേലെ വരും. കാരണം ഓൾറെഡി ഇത്തിരിക്കോളം പ്രഷർ കുറവാണ്. പിന്നെ നമ്മളുടെ വെസൽ വെക്കുന്നത് ഇവിടെ അതിന്റെ മേലെ തൊട്ട് മേലെയാണ് ടാങ്ക്. അപ്പോ ഗ്രൗണ്ട് ഫ്ലോറിലേക്കും നമ്മളുടെ അപ്സ്റ്റെയറിലേക്കും നമുക്ക് ഒറ്റ ലൈനിലേക്ക് കൂടി തന്നെ ഇരിക്കുള്ളൂ വെള്ളം തന്നെ. ചെറിയൊരു വേരിയേഷൻ അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ നിലവിൽ ഇപ്പോ ഇതിന്റെ പ്രഷർ ഇതാണ് പ്രഷർ. കാരണം ഉള്ളിലൊക്കെ സ്കെയിൽ ഫോമിങ് ആയേക്കാണ് നമ്മളുടെ ഈ ലൈനിന്റെ. അപ്പൊ അപ്സ്റ്റെയറിലെ പ്രഷറാണ് ഈ കാണുന്നത്. അപ്പൊ അത് ഞാൻ നിങ്ങളെ ഇത് കഴിഞ്ഞിട്ട് എത്രത്തോളം വേരിയേഷൻ എന്നുള്ള കാര്യം കാണിച്ചു തരാം. ലൈൻ എന്ന് പറയുമ്പോൾ ചെറിയ ലൈനാണ് അകത്തേക്ക് പോയേക്കണമെങ്കിൽ എല്ലാം നമുക്ക് സ്കെയിൽ ഫോമിങ് ആയേക്കാണ്. അപ്പൊ നമുക്ക് ഉടനടി നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. നമ്മുടെ പ്ലംബിങ്ങിന്റെ സാധനങ്ങളും മീഡിയാസും അതുകൂടി ഉണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ചെറിയൊരു വ്യത്യാസം നമ്മുടെ വർക്കിൽ വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ ഇനി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് താഴത്ത് തന്നെയാണ്. അതായത് മേലെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് വെക്കാനായിട്ട്. 2 ലൈനും കൂടി ക്ലബ് ചെയ്തിട്ട് ഒറ്റ ലൈനാക്കിയിട്ട് നമ്മുടെ ഫിൽറ്ററിൽ കുറച്ചൊരു ഫിൽറ്ററിന്റെ ഔട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോ നോക്കിക്കഴിഞ്ഞപ്പോ കുറച്ച് പ്രഷറിന്റെ വേരിയേഷൻ നേരെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, അവിടെ യൂസേജ് കുറവാണ് പൊതുവെ. അപ്പൊ എല്ലാം നമ്മൾ കണക്കിലെടുത്ത് ക്ലയന്റിന്റെ കൂടി അഭിപ്രായം ആരാഞ്ഞ് നമ്മൾ താഴത്തേക്ക് തന്നെ വീണ്ടും വെക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയേക്കാണ്. അപ്പൊ അടിയിലത്തെ ഫ്ലോർ മാത്രമേ കവർ ആവുള്ളൂ. അപ്പോൾ നേരെ വെക്കാനായിരുന്നു പരിപാടി. അപ്പൊ ചെറിയൊരു ചേഞ്ചസ് ഉണ്ട്. അപ്പൊ നമുക്ക് താഴത്ത് വെക്കാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ലൈൻ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അതിനുശേഷം ഇതിന്റെ ഔട്ട് എടുത്ത് വീണ്ടും ഇതിലൊന്ന് ലൂപ്പ് ആവും. പിന്നെ പമ്പിംഗ് ലൈനിൽ ഒരു കണക്ഷൻ നമ്മൾ എടുക്കുന്നുണ്ട് ബാക്ക് വാഷ് ആയിട്ട്. അതൊക്കെ നിങ്ങൾ വഴിയെ ഞാൻ കാണിച്ചു തരാം. നേരെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. നമ്മുടെ ഫിൽട്ടർ മീഡിയാസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ ഫില്ലിംഗ് പരിപാടിയിലേക്ക് കിടക്കാം.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വർക്ക് കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. സെൽഫ് ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഗ്രാവിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. 1.5 ഇഞ്ചിന്റെ ലൈനുമേ തന്നെയാണ് നമ്മൾ ലൂപ്പ് ചെയ്ത് കൊടുക്കുന്നത്. 40 MB MPV ടാറ്റയുടെ 1354 ബസ്സിലാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരുന്നത്. അയൺ റിമൂവർ വിത്ത് മൾട്ടിമീഡിയ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ചേഞ്ചസ് ആണെന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ നമുക്കിനി ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ബാക്ക് വാഷ് ചെയ്ത് ഇതിനെ ലൈനപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. 4000 ലിറ്റർ വെള്ളം ഞാനിപ്പോൾ അടിച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ ക്വാളിറ്റി ഇടുക എന്നുള്ളത് കാണിച്ചു തരാം. നേരിട്ട് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ബാക്ക് വാഷ് പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ സാമ്പിൾ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. നമ്മുടെ വെള്ളത്തിന്റെ ക്ലാരിറ്റി ഉണ്ടോ? നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കണത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് തന്നെ നമ്മുടെ വെള്ളം വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് അഴുക്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല. pH ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ബേസിന് താഴത്തായിരുന്നു. ഒരു 4 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ pH. അപ്പൊ അസിഡിക് റേഞ്ച് ആയിരുന്നു. പിന്നെ അതുകൂടാണ്ട് ഡിസോൾവഡ് ആയി കിടക്കുന്ന അയൺ ഉണ്ടായിരുന്നു. അപ്പൊ അയൺ കൂടുതലായിട്ടും കാണിക്കുന്നത് സമ്മർ ടൈമിലാണ്. എന്നിരുന്നാലും അത്യാവശ്യം അഴുക്ക് നമ്മുടെ ഓവർഹെഡ് ടാങ്കിലും ഉണ്ടായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും ഏകദേശം നല്ല രീതിയിൽ അയൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ മാറ്റാവുന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം നമ്മളുടെ വെള്ളം ക്ലിയർ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. അപ്പൊ നമ്മുടെ കസ്റ്റമറോട് നമുക്ക് ചോദിച്ചു നോക്കാം. നമ്മുടെ സണ്ണി ചേട്ടൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ വർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് നോക്കിയിട്ട് അതിനോട് അഭിപ്രായം ചോദിച്ചു നോക്കാം. സണ്ണി ചേട്ടനോട് ഇപ്പം ഉണ്ട്. സണ്ണി ചേട്ടാ ഇങ്ങോട്ട് വരൂ, അടുത്ത് വരും. നമ്മുടെ വർക്ക് കഴിഞ്ഞ കാര്യം അറിയാലോ. അപ്പോ നമ്മളുടെ വർക്ക് കഴിഞ്ഞ എന്താണ് അഭിപ്രായം? നല്ലൊരു അഭിപ്രായമാണ്. ഇഷ്ടപ്പെട്ടോ വർക്ക്? ഇഷ്ടപ്പെട്ടു. അതായത് സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർക്കിന് മുന്നത്തെ വർക്ക് അത് ഇദ്ദേഹത്തിന്റെ ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ആ ഒരു വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാണ് നമ്മൾ വിളിച്ചത്. പക്ഷെ നമ്മൾ 1 വർഷത്തിന് മുന്നേ ഇവിടെ നിയർ ബൈ ആയിട്ടുള്ള വീടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. പോൾജിയുടെ വീട്ടിലും അതുപോലെ രാജേഷിന്റെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ വീഡിയോസ് നമുക്ക് പഴയ വീഡിയോസ് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ഇഷ്ടപ്പെട്ടില്ലേ സംഭവം? അപ്പൊ പ്രഷറിനൊന്നും യാതൊരുവിധ വേരിയേഷനും ഇല്ല കേട്ടോ. നല്ല പ്രഷർ ഉണ്ട്. നമ്മൾ പ്രഷറിന്റെ വേരിയേഷൻ ഉണ്ടാവും എന്നുള്ള കാരണത്താലാണ് മേലെ താഴത്തോട്ട് ഇറക്കിയത്. കാരണം മേലത്തെ ലൈൻ എന്ന് പറയുമ്പോൾ 2 ലൈനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്സ്റ്റെയറിലേക്ക് വേറെ, അതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വേറെ. അപ്പൊ രണ്ടിനെയും പിടിച്ച് ക്ലബ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി അവിടെ അപ്സ്റ്റെയറിൽ പ്രഷർ ഇത്തിരി കൂടെ കുറവാണ്. അപ്പൊ രണ്ടും കൂടി ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഫിൽട്രേഷൻ ആക്കാമെന്നുള്ളൊരു തോട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രഷറിന്റെ വേരിയേഷൻ വരും. പിന്നെ ഇവിടുത്തെ കേസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് 2 വെസലിന്റെ ആവശ്യകത ആക്ച്വലി ഉണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, ഇവിടുത്തെ കൺസംഷൻ ഇത്തിരി കൂടുതലാണ്. 2000-ന്റെ 2 ടാങ്കാണ് മേലെ ഇരിക്കുന്നത്. അത് കാലത്തും വൈകിട്ടും അടിക്കും. അപ്പൊ 2000-ന്റെ ടാങ്ക് എന്ന് പറയുമ്പോൾ 4000 ലിറ്റർ ഓൾറെഡി അവിടെ സ്റ്റോറേജ് ഉണ്ട്. അത് കാലത്തും വൈകിട്ട് അടിക്കാൻ നമുക്ക് ഏകദേശം 8000 ലിറ്ററോളം അപ്രോക്സിമേറ്റ്ലി നമുക്ക് പെർ ഡേ കൺസംഷൻ ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കി കഴിയുമ്പോൾ നല്ലൊരു ലോഡ് വരും. പിന്നെ അത് കൂടാണ്ട് വാട്ടറിന്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2 വെസലിന്റെ ആവശ്യകത ഉന്നയിച്ചത്. അപ്പൊ സണ്ണിചേട്ടൻ പറഞ്ഞു, ഇപ്പൊ തൽക്കാലത്തേക്ക് 1 വെക്കുക, അങ്ങനെ നമുക്ക് താഴത്തോട്ട് ഇറക്കി നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യായിരുന്നു. അപ്പോ സംഭവം ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പൊ ഞാൻ ഈ വെള്ളത്തിന്റെ സാമ്പിൾ ഒന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഒന്ന് നോക്കിക്കോളൂ. അത് ഇങ്ങനെയുണ്ട് സാമ്പിള്. ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അത് നമ്മുടെ വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.